അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ജിതിൻ അതായത് ജിതിൻ അവിടെ ആ ഒരു അങ്കോളയിൽ അപകടമുണ്ടായ സ്ഥലത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനമൊന്നും വലിയ രീതിയിൽ നടക്കുന്നില്ല എന്ന രീതിയിലൊക്കെ നേരത്തെ അർജുന്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ? ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷേ മന്ദഗതിയിലാണ് നടന്നത്. ഇന്നലത്തെ അത്ര സ്പീഡ് പോലും ഇന്നില്ല. ഇവരെ റോഡിന്റെ ഒരു ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാന്ന ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് അതാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം. ഇവിടെ ഈ റോഡ് അതോറിറ്റിക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഈ രീതിയിൽ കുറെ പ്രഷർ വന്നിട്ട് ഇപ്പം നമ്മുടെ ഇവിടുത്തെ DCP എല്ലാരും വിളിക്കുന്നുണ്ട്. അവരും നമ്മുടെ മാന്യമായിട്ടൊന്നല്ല സംസാരിക്കുന്നത്. ജിതിൻ, എന്തായാലും മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ. ജിതിൻ ആശങ്കപ്പെടേണ്ട, എല്ലാവരും കൂടെയുണ്ട്. കാരണം കേരളം മുഴുവൻ കൈകോർക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. എന്തായാലും ആശങ്കപ്പെടാതെ തുടരുക. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിതിൻ, സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഈ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് അതിനടുത്തൊരു പുഴയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആ ഒരു ഭാഗത്താണ് അതെ, ഇത് കിടക്കുന്നത് പുഴയുണ്ട്. പുഴയുടെ ഇപ്പുറം വശം റോഡ്. അതായത് ഇത് 4 വരി പാതയാണ്. അപ്പൊ ഇപ്പുറം 2 വരി, അപ്പുറം 2 വരി. ഓക്കെ, അവൻ രാംനഗറിൽ നിന്ന് കേരളത്തിലെ കോഴിക്കോടേക്ക് മരം വണ്ടിയിലാണ് അവൻ കിടക്കുന്നത്. അപ്പൊ അത് ഇപ്പുറം ഈ മണ്ണ് വീഴുന്ന നേരെ അടിയിലാണ് ഈ ലോറി കിടക്കുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? സൈഡിലുള്ള റോഡാണ് ഇപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ ജിതിൻ, അതായത് ഈ ലോറി നിർത്തിയിട്ടപ്പോഴാണോ ഈ ഒരു അപകടം ഉണ്ടായത്? അങ്ങനെ വല്ലതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ, ലോറി അവിടെ നിർത്തിയിട്ടതാണ്. GPS പ്രകാരം അവിടെ തന്നെയാണുള്ളത്. പക്ഷേ ലോറി അവിടെ നിർത്തിയിട്ടത് ഇവിടുത്തെ ലോക്കൽസ് കണ്ടവരുണ്ട്. അവൻ അറിയുന്ന ആൾക്കാർ കണ്ടവരെല്ലാവരും ഉണ്ട്. അവന്റെ കൂടെ കൊളീഗ്സ് എല്ലാം, വേറെ ഡ്രൈവേഴ്സ് എല്ലാം അവൻ അവിടെ നിർത്തിയിട്ട് കണ്ടതുണ്ട്. അതായത് ഈ ഇൻസിഡന്റ് തുടങ്ങുന്നതിന് 20 മിനിറ്റ് മുന്നേ പാസ് ചെയ്ത ആൾക്കാരൊക്കെ അവൻ അവിടെ നിർത്തിയിട്ട് ഉറങ്ങുന്നത് കണ്ടവരുണ്ട്. എന്തായാലും GPS-ന്റെ ഒക്കെ ലൊക്കേഷൻ ട്രേസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല ജിതിൻ. അതോടൊപ്പം തന്നെ ഈ മറ്റ് മറുകരയിലാണ് ഇപ്പോൾ ഈ ഒരു മണ്ണ് മാറ്റുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറുകരയിലല്ല. അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 4 വരി പാതയാണ്. 4 വരി പാത 2 വരി പാത കഴിഞ്ഞിട്ട് നടുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും. പിന്നെ ഇപ്പുറം 2 വരി, അങ്ങനെയാണ്. അപ്പൊ ഈ ഇപ്പുറ വശമാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അതിന് വിഷ്വൽസ് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്താ അയച്ചത്, നിങ്ങൾക്ക് കറക്റ്റ് എക്സാക്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താ നടക്കുന്നതെന്നുള്ളത്. ജിതിനെ കോൺടാക്ട് ചെയ്യാം. ജിതിനെ കോൺടാക്ട് ചെയ്ത് കൃത്യമായ വിഷ്വൽസ് ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നലെ രാത്രി വരെ ഭാരത് ബെൻസിന്റെ റെപ്രസെന്റേറ്റീവ് വിളിച്ച പ്രകാരം ഇന്നലെ രാത്രി വരെ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആണ്. അതായത് 16-ാം തീയതി മുതൽ ഇന്നലെ സ്വാഭാവികമായിട്ട് അതൊരു പ്രതീക്ഷിക്കാവുന്ന സൈൻ തന്നെയാണ്. കാരണം വണ്ടിയിലെ എഞ്ചിൻ ഓൺ ആണ്. ഇപ്പോൾ നേരത്തെ ആ ഒരു വണ്ടിയുടെ ഒരു സ്ട്രക്ചർ വെച്ച് ഒരു 3 ദിവസത്തോളം, ഏകദേശം 3-ലധികം ദിവസത്തോളം ക്യാബിനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ആണല്ലേ? അതെ. അപ്പൊ അത് നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന സാഹചര്യം തന്നെയാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇവിടെ ആരും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. ജിതിൻ, പേടിക്കേണ്ട, എന്തായാലും ആശങ്കപ്പെടേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തും. കാരണം സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കർണാടക ഗവൺമെന്റുമായി ഉടൻ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടക്കും. ആശങ്കപ്പെടാതെ ഇരിക്കുക. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും ജിതിനാണ് പ്രതികരിച്ചത്. ജിതിൻ അർജുന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അദ്ദേഹം പറഞ്ഞത് കാര്യമായ രക്ഷാപ്രവർത്തനം ഒന്നും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല എന്നാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിജു കണ്ണൻ തുടരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. സിജു, ഇപ്പോൾ നമ്മൾ ജിതിനോടാണ് സംസാരിച്ചത്, അർജുന്റെ സഹോദരിയുടെ ഭർത്താവിനോടാണ് സംസാരിച്ചത്. കൃത്യമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഒന്നും നടക്കുന്നില്ല അവിടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ നിരാശാകരമായാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. സിജു, തിരച്ചിൽ ഇത് അവസാനിപ്പിച്ചിരുന്നു എന്ന നിലയിലാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ചൊവ്വാഴ്ചയുണ്ടായ അപകടത്തിൽ 7 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഒരു കാറും ഒരു ടാങ്കർ ലോറിയും മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന തരത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് NDRF ഉൾപ്പെടെയുള്ള സംഘം എത്തിയതിനു ശേഷമാണ് തിരച്ചിൽ കൂടുതൽ പരിശ്രമമായി നടത്തിയത്. പിന്നീട് ഇപ്പോൾ NDRF സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും കാര്യക്ഷമമായ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നതിനുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്.
കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ ഇനി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ നേരത്തെ നൽകിയ വിവരങ്ങൾ, ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ പ്രതീക്ഷയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വാഹനത്തിന്റെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഓണായിരുന്നു. അതോടൊപ്പം തന്നെ GPS ഉണ്ടായിരുന്നത് ഇതേ സ്ഥലത്ത് തന്നെയാണ്. ഏറ്റവും അവസാനമായി GPS നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോൺ റിംഗ് ചെയ്തു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ. ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കാം. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പാറക്കല്ലും മണ്ണുമെല്ലാമാണ് ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്നത്. ഒരു കുന്ന് അങ്ങനെ തന്നെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. ചൊവ്വാഴ്ചയാണ് അപകടം ഉണ്ടായത്. ഏതായാലും വലിയൊരു വിമർശനം എന്ന രീതിയിൽ വരുന്നത് ചൊവ്വാഴ്ച ഒരു അപകടമുണ്ടായി ഇത്രയും ദിവസമായി ആ മണ്ണ് നീക്കം ചെയ്യാനോ പൂർണ്ണമായും നീക്കം ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ളത് ഇവരുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. ഏതായാലും മൂന്നാം ദിവസമാണ്, ചൊവ്വാഴ്ച രാവിലെ 8:30 ശിരൂരിൽ ഈ അപകടമുണ്ടായത്. ഇന്നിപ്പോൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു, 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏതായാലും ഇനി സർക്കാർ തലത്തിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടക്കുമെന്ന് തന്നെയാണ് അഞ്ജന പ്രതീക്ഷിക്കുന്നത്. സിജു, അതായത് ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻസ് കൂടി പറഞ്ഞു പോവുകയാണ്. കർണാടകയിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി അർജുനെ രക്ഷപ്പെടുത്താൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി AK ശശീന്ദ്രൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് അടിയന്തര നടപടി വേണം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി ഫോണിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ഒരു വാർത്തയിലേക്ക്, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ അടിയന്തരമായി തന്നെ മടങ്ങിയെത്തേണ്ടതുണ്ട്. എന്തായാലും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് സംഭവ സ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഈ ഒരു രക്ഷാപ്രവർത്തനം കൃത്യമായ രീതിയിൽ പുരോഗമിപ്പിക്കുന്നതിന് വേണ്ടി, കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ